കാന്ത നമ്മുടെ DQ അണ്ണൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ്. DQ അണ്ണൻ മാത്രമല്ല ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ സമുദ്രക്കനിയുണ്ട്, ഭാഗ്യശ്രീ ബോർസ് ഉണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ദ പ്രൊനൗൺസിയേഷൻ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അത് തെറ്റായിരുന്നെങ്കിൽ ഐ എം വെരി സോറി. അതുപോലെ നമ്മുടെ റാന ദഗുപട്ടി. അങ്ങനെ ഒരു നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പടം തന്നെയാണ് കാന്ത എന്ന് പറയുന്ന സിനിമ. ആൻഡ് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീനായിട്ട് ഭയങ്കര നീറ്റായിട്ട് എടുത്തു വെച്ച ഒരു ക്ലാസ് പടം. പക്ഷേ അതും പറഞ്ഞ് ഇതൊരു ഗംഭീര സിനിമയാണെന്ന് ചോദിച്ചാൽ അതല്ല. ഇനി ഇതിലും ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇനിയും ബെറ്റർ ആക്കാമായിരുന്നു സിനിമ. അതുപോലെ ഞാൻ പ്രതീക്ഷിച്ച ഒരു ലെവലിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് മൊത്തം കോൺഫിഡൻസിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് അഗൈൻ ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതൊരു മോശം സിനിമയാണെന്നല്ല, നല്ലൊരു സിനിമ തന്നെയാണ്. വളരെ നീറ്റായിട്ടുള്ളൊരു പടമാണ്. ആൻഡ് പടത്തിനെ ഡൗൺ ആക്കിയ എലമെൻസിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നല്ല കാര്യങ്ങൾ പറയാം. ഇത് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ പടത്തിൻ്റെ പെർഫോമൻസുകൾ തന്നെയാണ്. അതിന് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ദ മാൻ ഹിംസെൽഫ്, ദുൽഖർ സൽമാൻ. ഈ മനുഷ്യൻ ഈ പടത്തിൽ അഭിനയിച്ച് അടിഞ്ഞാടി ആറാടി എല്ലാം ചെയ്തു. അഥവാ ഈസിലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ദിസ് ഹീസ് ഹിസ് കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. ആ ലെവലിലാണ് ആ മനുഷ്യൻ അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. അഥവാ ചില സീൻസിലും ഡയലോഗ്സ് ഇല്ല, ജസ്റ്റ് എക്സ്പ്രഷൻസ്. ആ മനുഷ്യൻ്റെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ് കൊണ്ട് മാത്രം ചില സീൻസിൽ അണ്ണൻ അഭിനയിച്ച് തകർത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഹീ വാസ് ഇൻക്രെഡിബിൾ ഇൻ ദിസ് മൂവി. ഹീ വാസ് പെർഫെക്റ്റ്. എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ വേറൊരു ആളിനെ വെച്ച് കാണാൻ പോലും പറ്റില്ല, ബിക്കോസ് ആ ലെവലിലാണ് ആ മനുഷ്യൻ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ സമുദ്രക്കനി കിടിലം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട വേറൊരാൾ നമ്മുടെ ഭാഗ്യശ്രീ. ഓ മൈ ഗോഡ്, അഗൈൻ ജസ്റ്റ് ലൈക്ക് ദുൽഖർ സൽമാൻ, ചില ഷോട്ടിലുള്ള ചില എക്സ്പ്രഷൻസ്, ചില ഡയലോഗ് ഡെലിവറി വാസ് ടു ഗുഡ് എൻ്റെ ഒപ്പീനിയനിൽ. അതുപോലെ റാന ദഗുപട്ടീൻ്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതിന് വളരെ രസകരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നെങ്കിൽ പോലും എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് എളുപ്പം തന്നെ സംസാരിക്കാം. പിന്നെ പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ടെക്നിക്കലി ദിസ് മൂവി ഈസ് ഇൻക്രെഡിബിൾ. വിഷ്വലി ഈ പടം വേറെ ലെവലോ. ശരിക്കും നമുക്ക് ആ ഒരു വിൻറ്റേജ് വൈബിലേക്ക് നമ്മളെ കൊണ്ടുപോകും, ആ ഒരു ടൈം പീരീഡിലേക്ക്. അതിപ്പോൾ ഈവൻ ആ ഒരു വിഷ്വൽ എഫക്ട്സ് വർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഈ പടത്തിൽ എനിക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫീൽ തന്നു. ബട്ട് ഫോർ സം റീസൺ ആ ഒരു വിൻറ്റേജ് വൈബിന് അത് കൂടുതൽ എഫക്റ്റ് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനിങ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എടുത്തു പറയണം മാൻ, ഇറ്റ് വാസ് അമേസിങ്. ആർട്ട് വർക്ക് പറയണം മാൻ. പ്രൊഡക്ഷൻ ഡിസൈനർ ഹീ ഡിഡ് ആൻ അമേസിങ് ജോബ്. ജെനുവൻലി ആ ഒരു ഫീൽ കൊണ്ടുവരുന്നത് നന്നായി ഹെൽപ്പ് ചെയ്തു. സിനിമാറ്റോഗ്രാഫി, ലൈറ്റ് വെച്ച് ചെയ്യുന്ന ചില പരിപാടികളുണ്ട്, എസ്പെഷ്യലി ലെൻസ് ഫ്ലെയർ ഒക്കെ വെച്ചിട്ട് വേറെ ലെവലായിരുന്നു. വിഷ്വലി ദിസ് മൂവി വാസ് ഇൻക്രെഡിബിൾ. എഡിറ്റിങ്ങും ഭയങ്കര നന്നായിരുന്നു. നല്ലൊരു പേസിൽ തന്നെ പടം പോകുന്നുണ്ടായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ, കൂടുതൽ ഡൗൺ ആവാതെ ഒന്നും. അത് നല്ല എഡിറ്റിംഗ് കാരണം തന്നെയാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ പടത്തിൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് കിടിലം വർക്ക് എന്ന് എടുത്ത് തന്നെ പറയണം. എങ്ങനെ ആ ഒരു വിൻറ്റേജ് വൈബിലേക്ക് കൊണ്ടുപോകാൻ നന്നായി ഹെൽപ്പ് ചെയ്തു ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റും. അതുപോലെ ഓഡിയോ പറയുമ്പോൾ എടുത്തു പറയുന്നത് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം അണ്ണൻ ജേക്സ് ബിജോയ്. ജേക്സ് ബിജോയിനെ പറ്റി ഞാൻ എന്താ പറയാം, അണ്ണൻ വന്നു, അണ്ണൻ ചെയ്തു, അണ്ണൻ പൊളിച്ചടുക്കി, അത്ര എനിക്ക് പറയാനുള്ളൂ. ചില സീൻസിൽ അണ്ണൻ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതിനൊരു പേ ഓഫും ഉണ്ട്. ജസ്റ്റ് പ്യുവർ എപ്പിക്, അത്ര എനിക്ക് പറയുള്ളൂ. ആൻഡ് ഈ സിനിമയുടെ പാട്ടുകൾ ചെയ്തിരിക്കുന്ന വേറൊരാളാണ്, ജാനു ചന്ദർ എന്നാണ് എൻ്റെ വിശ്വാസം ആളുടെ പേര്. പാട്ടുകൾ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രസമുള്ള പാട്ടുകൾ തന്നെയാണ്. ഗംഭീരം എന്ന് എനിക്ക് പറയാൻ തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിരുന്നു. ആൻഡ് അഗൈൻ ഈ പടത്തിൽ കുറേ അതിഗംഭീര മൊമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അഥവാ ജെനുവൻലി ദിസ് ഈസ് സിനിമ എന്ന് പറയാനൊക്കെ ലെവൽ മൊമെൻറ്റ്സ് ഈ പടത്തിലുണ്ട്. അഥവാ ഒരു സീനുണ്ട്, കൂടുതൽ സ്പോയിലേഴ്സിലേക്ക് കയറാണ്ടിരുന്ന, ഒരു ഡയലോഗും ഇല്ല, ഒരു മ്യൂസിക്കും ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ദുൽഖർ സൽമാൻ ആൻഡ് ഹിസ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അങ്ങനത്തെ ഒരു പരിപാടി ഈ പടത്തിലുണ്ട്. ആൾക്കാർ ക്ലാപ്പ് അടിക്കാൻ തുടങ്ങി, ബിക്കോസ് ആ ലെവൽ സീനായിരുന്നു. അതുപോലെ ദുൽഖർ സൽമാൻ്റെ ഒരു കരയണൊരു പെർഫോമൻസ് ഉണ്ട് മാൻ. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ. പിന്നെ കുറേ വൺ ഷോട്ട് സീനുകൾ പടത്തിലുണ്ട്. അഥവാ ഡയലോഗ് ഇങ്ങനെ ഭയങ്കര നീളത്തിൽ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത്, അതിലൊക്കെ ഗംഭീര പ്രകടനം. ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി, ഇറ്റ് വാസ് അമേസിങ് മാൻ. കുറേ ഗജഗംഭീര സീൻസും മൊമെൻറ്റ്സും ഈ പടത്തിലുണ്ട്, അത് എടുത്തു പറയണം. ബട്ട് അഗൈൻ ഇതൊക്കെ പറയുമ്പോൾ പോലും പടം ഡെഫിനറ്റ്ലി സെക്കൻഡ് ഹാഫിൽ ഡൗണായി എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. സെക്കൻഡ് ഹാഫിൽ പടത്തിൻ്റെ ഒരു ഇമോഷണൽ ഹുക്ക് വരുന്നുണ്ട്, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇമോഷണൽ പരിപാടി. അത് എനിക്ക് പേഴ്സണലി അത്രയ്ക്കും ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല, എനിക്ക് അങ്ങോട്ടത് വർക്കായില്ല. അതിനുശേഷം പടം ഡെഫിനറ്റ്ലി ഇച്ചിരി ഡൗൺ ആവുന്നുണ്ട്. അതുപോലെ നമ്മുടെ റാന ദഗുപട്ടീൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു വളരെ
എന്താ പറയുക, ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, അഥവാ ആ ഒരു ക്യാരക്ടർ ഒരു ഹ്യൂമർ എലമെൻറ്റ് ഈ പടത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അത്. കുറേ സ്ഥലങ്ങളിൽ ആക്ച്വലി എനിക്ക് ഞാൻ നന്നായി എൻജോയ് ചെയ്തെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ അത് നല്ല കല്ലുകടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്രയ്ക്കും വേണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഒരു മീറ്റർ പിടിച്ച് പോകാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് അത് കാരണം തന്നെ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ മിഡിൽ പോർഷനിൽ എനിക്ക് ചെറുതായിട്ടൊരു ലാഗ് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ ആ ഒരു ഇമോഷണൽ ഹുക്കിനോട് എനിക്ക് അങ്ങനത്തെ ഒരു കണക്ഷനും ഫീൽ ചെയ്തില്ല. അതുപോലെ ആ ഒരു ഹ്യൂമറും കൂടി വന്നപ്പോൾ അതിൻ്റെ ഒരു കല്ലുകടിയും കാരണം ഡെഫിനറ്റ്ലി ഇച്ചിരി ലാഗ് ആ ഒരു മിഡിൽ പോർഷനിൽ വന്നെങ്കിൽ പോലും അഗൈൻ ഇതൊക്കെ പടത്തിന് ഒരു ഗംഭീര സിനിമയിൽ നിന്നും കുറച്ച് താഴത്തേക്കാക്കിയെങ്കിൽ പോലും സ്റ്റിൽ ഐ ക്യാൻ സേ ഇതൊരു കിടിലം പടമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ, നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായി എൻജോയ് ചെയ്ത് കണ്ട ഒരു പടം. എൻജോയ് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് അടിപടം ഭയങ്കര മാസ് അങ്ങനെയൊന്നുമല്ല. ഇതൊരു 2.25 മണിക്കൂർ സ്ലോ പേസിൽ മൂവ് ചെയ്യുന്ന ഒരു ക്ലാസ് പടമാണ്. അപ്പോൾ ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള നിർബന്ധമില്ല. സോ അത് ആലോചിച്ചിട്ട് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ. ബട്ട് ഐ എൻജോയ്ഡ് ദിസ് മൂവി, ഇറ്റ് വർക്ക്ഡ് ഫോർ മീ. ബട്ട് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺ കാന്ത. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.